നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടതോടുകൂടി അത് ട്രംപ് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം ട്രംപ് പ്രഖ്യാപിച്ച മറ്റൊരു കാര്യം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വളരെ കുറയ്ക്കുമെന്നും താമസിയാതെ തന്നെ അത് പൂർണ്ണമായും നിർത്തുമെന്നും പകരം അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അതൊരു വിവാദപരമായ ഒരു ചർച്ചയായിരുന്നു. കാരണം ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ഒരു സുഹൃത്താണ്, പതിറ്റാണ്ടുകളായിട്ടുള്ള സുഹൃത്ത് ബന്ധമാണ് റഷ്യയുമായിട്ടുള്ളത്. എക്കാലത്തും ഇന്ത്യയെ സഹായിച്ചു വരുന്നതും റഷ്യയാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ പെട്ടെന്ന് ഇത് നിർത്തുമോ? എന്താണ് കാര്യം? കാരണം എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു വിവരങ്ങളും പുറത്തു വിട്ടിട്ടുമില്ല. ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഉള്ള വിവരവും പറയുന്നില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ റഷ്യയോ ഇന്ത്യയോ അല്ലാതെ അമേരിക്കയ്ക്ക് എന്ത് കാര്യം? അമേരിക്ക എന്തിനത് പറയുന്നു? അല്ലെങ്കിൽ തന്നെ അതിന് മറുപടിയൊന്നും ഇന്ത്യ പറയുന്നുമില്ല. ട്രംപ് പറഞ്ഞത് ശരിയാണെന്നും പറയുന്നില്ല, അല്ല എന്നും പറയുന്നില്ല. അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരികയാണ്. അതായത് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് നമ്മുടെ ട്രംപ് അല്ലാതെ മറ്റാരും പ്രഖ്യാപിച്ചിട്ടില്ല എന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗയി ലാവ്റോവാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ മറ്റേതെങ്കിലും ഇന്ത്യൻ നേതാക്കളോ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടില്ലെന്നും ബുധനാഴ്ച റഷ്യൻ പാർലമെൻറ്റിൽ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി US-ൽ നിന്ന്, പ്രത്യേകിച്ച് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ വാങ്ങുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഏപ്രിലിലെ ഓർഡറുകൾ ഇന്ത്യയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണ കമ്പനികൾ സ്ഥിരീകരിച്ചിട്ടുമില്ല. പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പല വിടുവായത്തരവും വിളിച്ചു പറയുന്ന ട്രംപ്, അപ്പോൾ ട്രംപിൻ്റെ ഈ വാക്ക് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? തങ്ങളുമായി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ നിന്നും ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം റഷ്യയുടെ വിദേശകാര്യ മന്ത്രി സെർഗയി ലാവ്റോവ് പറഞ്ഞത്. ഇന്ത്യയും മറ്റു രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തടയാൻ അമേരിക്ക ശ്രമിക്കുന്നതായി റഷ്യ ആരോപിച്ചതിന് 2 ദിവസത്തിന് പിന്നാലെയാണ് ലാവ്റോവിൻ്റെ ഈ പുതിയ പ്രസ്താവന. ഇപ്പോൾ താരിഫുകളും ഉപരോധങ്ങളും നേരിട്ടുള്ള നിരോധനങ്ങളും ഉൾപ്പെടെ വിപുലമായ സമ്മർദ്ദ നടപടികളാണ് US ഈ രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നതായും റഷ്യ ആരോപിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ ധാരണയിൽ എത്തിയതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതായി നിങ്ങൾ സൂചിപ്പിച്ചു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നോ മറ്റ് ഇന്ത്യൻ നേതാക്കളിൽ നിന്നോ അങ്ങനെ ഒരു വിവരം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സ്റ്റേറ്റ് ഡുമയിലെ ഒരു MPയോട് പ്രതികരിക്കവേ റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവ്റോവ് പറഞ്ഞത്. 2025 ഡിസംബറിൽ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഔദ്യോഗിക സന്ദർശനം മോസ്കോയും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിയതായും ലാവ്റോവ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഡിസംബറിൽ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഔദ്യോഗിക സന്ദർശന വേളയിൽ നിരവധി സംയുക്ത രേഖകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട്. ഈ സന്ദർശനം റഷ്യ ഇന്ത്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകതയുള്ള തന്ത്രപരമായ പുതിയ പങ്കാളിത്തവും സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് ലാവ്റോവ് പ്രതികരിച്ചത്. ഈ വർഷം ഇന്ത്യൻ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ വീണ്ടും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലാവ്റോവ് പറഞ്ഞു. ഇന്ത്യ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ റഷ്യ തയ്യാറാണെന്നും അതിന് അതിരുകളില്ലെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരുൾപ്പെടെ 5 പുതിയ അംഗങ്ങളുള്ള 10 അംഗ ബ്ലോക്കായ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ഔദ്യോഗികമായി 2026 ജനുവരി 1 ഏറ്റെടുത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുമായുള്ള ഒരു വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സമ്മതിച്ചതായി ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് ഓഗസ്റ്റിൽ ഏർപ്പെടുത്തിയ 25% അധിക നികുതി ട്രംപ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ട്രംപ് പറഞ്ഞതല്ലാതെ ഔദ്യോഗികമായി റഷ്യയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു സന്ദേശങ്ങളോ അല്ലെങ്കിൽ അറിയിപ്പുകളോ ലഭിച്ചിട്ടില്ല എന്നും റഷ്യയുടെ വിദേശകാര്യമന്ത്രി ലാവ്റോവ് അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.